നമ്മുടെ ഈ മഹത്തായ യാത്രയിൽ ആവേശം കൂടുന്നതും കുറയുന്നതും സ്വാഭാവികമാണ്. ഈ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു അനിശ്ചിതത്വം അനുഭവപ്പെടുന്നുണ്ടാകാം. ചിലപ്പോൾ ചുറ്റുമുള്ള സംസാരങ്ങളും പരിചിതമായ രീതിയിലുള്ള വിവരണങ്ങളും അവരെ സംശയത്തിലാക്കുന്നുണ്ടാകാം. നിരാശകൾ നിറഞ്ഞ മുൻകാല അനുഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ പുതിയൊരു വഴി തേടുകയോ കുറുക്കുവഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് മനുഷ്യസഹജമായ ഒരു വികാരമാണ്. എന്നാൽ ഈ നിമിഷത്തിൽ അനാവശ്യമായ ചിന്തകളെ മാറ്റിവെച്ച് നാം തിരഞ്ഞെടുത്ത ഈ ലക്ഷ്യത്തിലേക്ക് തിരികെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്ന ഈ സംരംഭം വെറുമൊരു താൽക്കാലിക അവസരമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിജയത്തിനായി വളരെ കൃത്യമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു നിർമ്മിതിയാണ്. പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനല്ല ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടുന്നതുകൊണ്ടോ പുതിയ പൊതിച്ചിലുകളിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ ഫലമില്ല. യഥാർത്ഥ വളർച്ചയ്ക്കും വിജയത്തിനും ക്ഷമ അത്യാവശ്യമാണ്. ആഴത്തിലുള്ള ഒരു അടിത്തറയ്ക്ക് ഫലം നൽകാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ്. ഈ പ്രക്രിയയെ നമുക്ക് വേഗത്തിലാക്കാൻ കഴിയില്ല. മികച്ച രീതിയിൽ വിതച്ച വിത്തുകൾ വീണ്ടും വീണ്ടും മാറ്റി നട്ടുകൊണ്ട് ഒന്നിനും നിലനിൽക്കുന്ന മൂല്യം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒത്തുചേരാം. സുസ്ഥിരമായ വിജയവും നൂതനമായ സാങ്കേതികവിദ്യയും ലക്ഷ്യമിട്ട് നമ്മൾ ഒന്നിച്ച ആ മൂല്യത്തെ നമുക്ക് ഓർക്കാം. ആ ലക്ഷ്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതിൻ്റെ പൂർത്തീകരണത്തിനായുള്ള സമയക്രമം പതുക്കെ തെളിഞ്ഞു വരികയാണ്. അതൊരിക്കലും നിശ്ചലമായിട്ടില്ല. ഈ പ്രവർത്തനങ്ങൾ പുരോഗതിയിലാണ്. അതിൻ്റെ വിജയം ഉറപ്പായും നമ്മുടെയും വിജയമാണ്. അതുകൊണ്ട് ആഴത്തിൽ ഒന്ന് ശ്വസിക്കും. ഈ പ്രക്രിയയോടും നമ്മളോടും പരസ്പരവും നമുക്ക് അല്പം കൂടി ക്ഷമ കാണിക്കാം. നമ്മൾ ഒരുമിച്ച് തിരഞ്ഞെടുത്ത ഈ പാതയിൽ വിശ്വസിക്കാം. അതിൻ്റെ കരുത്ത് വെളിവാകാൻ ആവശ്യമായ സമയം നൽകാം. നമ്മുടെ ഈ ഒരുമിച്ചുള്ള ശ്രദ്ധയും അചഞ്ചലമായ വിശ്വാസവുമാണ് വരാനിരിക്കുന്ന യാത്രയിലെ ഏറ്റവും വലിയ ഊർജ്ജം. മികച്ച കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. അത് സംഭവിക്കുന്നത് പഴയ കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴല്ല, മറിച്ച് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പടുത്തുയർത്തുന്ന ഈ യാഥാർത്ഥ്യത്തെ പരിപാലിക്കുമ്പോഴാണ്.